ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വയലറ്റ് നാടൻ അച്ചിങ്ങ, അതായത് വയലറ്റ് പയർ നടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ പാക്കറ്റിലെ പയർ വിത്താണ് കേട്ടോ ഞാനിപ്പോൾ നടാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് 100 എണ്ണമാണുള്ളത്. ഈ 100 എണ്ണത്തിന് 40 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. ഇതുപോലത്തെ നല്ല പയർ വിത്തുകൾ നോക്കി കൃഷിക്കായി തിരഞ്ഞെടുക്കണേ. അതുപോലെ നമ്മൾ പയർ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിലാവുള്ള സമയത്ത് നമ്മൾ പയർ നടരുത് കേട്ടോ. ഇരുട്ട് സമയത്ത്, അതായത് കറുത്ത വാവിൻ്റെ സമയത്ത് വേണം കേട്ടോ പയർ നട്ടു കൊടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വിളവുണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ആദ്യം തന്നെ പൊട്ടിച്ചിട്ട് ഒരു 4 മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിടാം കേട്ടോ. കാരണം ഇപ്പോൾ മഴ സമയമാണല്ലോ, തുലാമഴ കിട്ടുന്നത് കൊണ്ട്, ഉച്ച കഴിഞ്ഞൊക്കെ നല്ല മഴ കിട്ടുന്നത് കൊണ്ട് നമുക്കൊരു 4 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തി എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ പൊട്ടിച്ച് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഈ പയർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വള്ളിപ്പയറാണെന്ന്. വള്ളിപ്പയറല്ല കേട്ടോ, ഇത് നമ്മുടെ നാടൻ അച്ചിങ്ങ തന്നെയാണ്. വയലറ്റ് കളറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ ഞാൻ ദേ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം. അപ്പോൾ പയർ നടാനുള്ള സ്ഥലം ഞാനിത് ഇവിടെ 2 സൈഡിലേക്കും പുല്ലൊക്കെ ചിരണ്ടി മാറ്റിയിട്ട് നടാനുള്ള സ്ഥലമൊക്കെ ഇത് ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് നന്നായിട്ട് കുമ്മായം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ നടുന്ന സ്ഥലത്തേക്കായിട്ട് കുമ്മായം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്മായവും അതുപോലെ തന്നെ ഈ മണ്ണും കൂടി നന്നായിട്ട് കൊത്തി ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും നമുക്കിതുപോലെ ഒന്ന് കൊത്തി ഇളക്കി എടുക്കാം. അപ്പോൾ അത് ഞാൻ മണ്ണും അതുപോലെ നമ്മുടെ കുമ്മായവും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കൊത്തി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിവളമായിട്ട് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്റ്റെറാമില്ലും അതുപോലെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കൊത്തി ഇളക്കി ഇട്ടിരിക്കുന്ന പയർ നടുന്ന സ്ഥലത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലായിടത്തുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പയർ നടുന്നതിന് മുമ്പായിട്ടൊരു കോലോ അല്ലെങ്കിൽ തൂമ്പ കൊണ്ട് തന്നെ ആയാലും നമുക്ക് ഈ മണ്ണ് നന്നായിട്ട് ഈ വളവുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കോല് കൊണ്ടാണ് കേട്ടോ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കുഴിയിൽ 3 പയർ, അതായത് ഒരു വാരം പോലെ ചെറിയ നമ്മളിങ്ങനെ കൊത്തി ഇളക്കിയിട്ടാണ് ഓർത്ത് അവിടെ ഇതുപോലെ 3 കുഴി ഞാൻ കോലിന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിനകത്തേക്ക് ഓരോ പയർ വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ പയറുകളെല്ലാം ഒന്ന് നട്ടു കൊടുക്കാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഞാൻ കപ്പ കൃഷി ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ട് ഇടക്കൃഷിയായിട്ട് നാടൻ പയർ നടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കൊടുത്ത വളം നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ തന്നെ അതിനൊരു വളർച്ച വന്നിട്ടുണ്ട്. ഞാനതിനായിട്ട് ചെയ്ത് കൊടുത്ത വളം ചാണകപ്പൊടിയും സ്റ്റെറാമില്ലും വേപ്പിൻ പിണ്ണാക്കൊക്കെ കൂടി മിക്സ് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച നമുക്കിതുമ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണോ ഇതിനെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് വളർന്നു വരും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.